കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം തീർച്ചയായിട്ടും വ്യക്തമാക്കണം. കാരണം ഇതിൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പേജ് വരുന്നത് പറവൂര് പെരുമ്പടന്ന എന്ന് പറയുന്ന സ്ഥലത്തുള്ള MP ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹം വലിയ നാടക ട്രൂപ്പിൻ്റെ എല്ലാം ഏജൻ്റായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു FB പോസ്റ്റാണ് പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. സൈബർ ആക്രമണം നേരിടുന്ന ഉണ്ണികൃഷ്ണൻ MLA കൂടി തന്നെയാണ് നമ്മളോട് ചേരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സൈബർ ആക്രമണം നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഈ സൈബർ ആക്രമണത്തെ നേരിടുന്നത് തീർച്ചയായും നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയമായി നേരിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയ സമൂഹത്തിലൊരു തെറ്റായൊരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സൈബർ ആക്രമണം. അപ്പോൾ അതെല്ലാവരും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ പല തർക്കങ്ങളും വിയോജിപ്പുകളും യോജിപ്പുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഒരു പരസ്പര ബഹുമാനവും ആദരവും എല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തമ്മിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അങ്ങനെ ഒരു സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരമുള്ള നാടാണ്. അപ്പോൾ അതിനെ മലീമസപ്പെടുത്തുന്ന ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ കള്ളപ്രചരണങ്ങൾ. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കുള്ള സാധ്യതകളുമുണ്ട്, അതേപോലെ തന്നെ അത് ദുരുപയോഗം ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുമുണ്ട്. അപ്പോൾ ദുരുപയോഗം ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു രീതിയാണ്, തെറ്റായ പ്രചരണമാണ് നടക്കുന്നത്. തീർച്ചയായും ഇതിന് പിന്നിലൊരു ഗൂഢശ്രമം ഉണ്ട് എന്ന് തന്നെയല്ലേ? തീർച്ചയായും ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടാകാമല്ലോ. കാരണം ഞാനൊരു ജനപ്രതിനിധിയാണ്, കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലെല്ലാം പരമാവധി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല ജനസേവനം നടത്തുന്നു എന്ന് തന്നെയാണ് ഞാൻ അവകാശപ്പെടുന്നത്. കാരണം IP മണ്ഡലത്തിലൊരു 100 കൊല്ലങ്ങൾക്കിടയിൽ നടക്കാത്ത ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. എടുത്തു പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ജനങ്ങളതിൽ സംതൃപ്തരാണ്, ജനങ്ങൾ എൻ്റെ കൂടെയാണ്, ഞാൻ അവരുടെ മുമ്പിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു നമ്മളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനോ രാഷ്ട്രീയ ജീവിതത്തെ കളങ്കപ്പെടുത്താനോ ഒക്കെ ഉള്ള ശ്രമങ്ങളുടെ കൂടിയുള്ള ഗൂഢാലോചന ഉണ്ടാകാം. അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞുകൊണ്ടുള്ളൊരു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം തീർച്ചയായിട്ടും വ്യക്തമാക്കണം. കാരണം ഇതിൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പേജ് വരുന്നത് പറവൂര് പെരുമ്പടന്ന എന്ന് പറയുന്ന സ്ഥലത്തുള്ള MP ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹം വലിയ നാടക ട്രൂപ്പിൻ്റെ എല്ലാം ഏജൻ്റായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു FB പോസ്റ്റാണ് പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. അതിനുശേഷം ഷാജഹാൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ചാനലിലൂടെ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ ഇത് ടെലികാസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ രീതി വളരെ മ്ലേച്ഛമായിരുന്നു. തത്സമയം ഒരു ആരോപിക്കപ്പെടുന്നത് പോലുള്ള സംഭവങ്ങൾ അദ്ദേഹം കണ്ടതുപോലെ ഒരു ദൃക്സാക്ഷി വിവരണത്തെ പോലെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് കേരളീയ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നു പോയിട്ടുണ്ടാകാം. CPIM-ൻ്റെ മലപ്പുറം സമ്മേളനം നടക്കുമ്പോൾ എല്ലാ വാർത്തകളും അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം. മാധ്യമ സിൻഡിക്കേറ്റ് നിലനിന്നിരുന്ന കാലമാണ്. ആ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായി ശത്രു പോലും ചെയ്യാത്ത വിധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചോർത്തിക്കൊടുത്ത മഹാനാണ് ഷാജഹാൻ. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഈ മ്ലേച്ഛമായ ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. തീർച്ചയായും അദ്ദേഹത്തിനെതിരായും നിയമ നടപടികളും അല്ലാത്ത നടപടികളും സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് ഇതിനെ CPM-ന്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകുന്ന സൈബർ ആക്രമണമായി വഴിതിരിച്ചു വിടുന്ന ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് തന്നെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണിത് ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയത്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പല ചാനലുകളോടും ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായിട്ട് ഉള്ള വിവരങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇതിലൊരു പങ്കുമില്ല എന്നും ഇതിൽ ആരോപിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചെല്ലാം അവർക്കറിയാമല്ലോ. ഇങ്ങനൊരു സംഭവം അടിസ്ഥാനമില്ലാത്തതാണെന്ന് പറയേണ്ടതും വ്യക്തമാക്കേണ്ടതും അവരാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ അല്പം മലീമസപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഇതുപോലെ പല ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥിതിയുണ്ട്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന കാര്യങ്ങൾ ഈ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ നിയമസഭാ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോഴും അതിനെ ന്യായീകരിക്കുക മാത്രമല്ല, അതിൽ ഇരയായ കുട്ടിയെ വീണ്ടും ആക്രമിക്കുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയും വരികയുണ്ടായല്ലോ. അതും രാഷ്ട്രീയമായി അവരുടെ കൂടെ നിൽക്കുന്ന KSUവിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള, ചാനൽ പ്രവർത്തക കൂടിയായിട്ടുള്ള, സിനിമയിലെല്ലാം സമീപകാലത്ത് വന്നൊരു കുട്ടിയല്ലേ. അവർക്കെതിരായിട്ടും ഇതുപോലെ നടന്നു. അപ്പോൾ
തങ്ങളിതിൻ്റെ ഒന്നും പിന്നിലില്ല, തങ്ങളെല്ലാം സത്യസന്ധരും എന്താ വിശുദ്ധരുമാണെന്നൊക്കെ തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ മറ്റുള്ള ഒരാളുകളിലേക്ക് ഇത് ആരോപിക്കപ്പെടുകയാണ്. അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ സംഭവങ്ങളിൽ അവർക്ക് പങ്കില്ല എങ്കിൽ ഞങ്ങളെല്ലാം നേരിട്ടറിയാവുന്നതാണ്. ഇപ്പോൾ എന്നെയും നമ്മുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഷൈൻ ടീച്ചറെ എല്ലാം നന്നായി അറിയാവുന്ന ആളുകളാണ്. പ്രതിപക്ഷ നേതാവും അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഷിയാസും എല്ലാം അവർക്കൊക്കെ നന്നായി ഞങ്ങളെ അറിയാവുന്നതാണ്. അവർ പറയട്ടെ, അവർ ഞങ്ങളെക്കുറിച്ച് പറയട്ടെ, തുറന്നു പറയട്ടെ. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തിയാൽ അവരെ തിരുത്താനോ പുറന്തള്ളാനോ ഉള്ള നിലപാടല്ലേ അവർ ആദ്യം സ്വീകരിക്കേണ്ടത്. അത് ചെയ്യട്ടെ. ഏതായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. തീർച്ചയായും നിയമപരമായും രാഷ്ട്രീയമായും ഈ കാര്യങ്ങൾ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.